പറ്റിയ ഒരു അമലുമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിനിടയിൽ വളരെയധികം അനുസ്മരിക്കപ്പെടുന്ന ഒരു പ്രവാചകരാണ് എന്ന് നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നിന്ന് 17 ജുസുകളിൽ 25 സൂറത്തുകളിലായി 69 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചരിത്രങ്ങളെ അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ സൂറത്ത് ഇബ്രാഹിം എന്ന ഒരു പേരിൽ സൂറത്ത് തന്നെ പ്രത്യേകമായി അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയധികം സ്വാധീനം ഈ ഉമ്മത്തിൽ ചെലുത്തിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഒരു കരാർ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിൽ 125-ാമത്തെ ആയത്തിൽ ആ സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. സൂറത്തുൽ അല്ലാഹു തആല പറയുന്നു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹു തആല ഉടമ്പടി ചെയ്യുകയാണ്. വഅഹിദ്നാ, എന്താണ് അവരോടുള്ള കരാർ? എന്താണ്? അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. അൻ തുഹിറാ ബൈതി, അല്ലാഹുവിന്റെ വീടായ കഅബാലയം അല്ലാഹുവിന്റെ വീടാണ്. മറ്റുള്ള പള്ളികളെല്ലാം അല്ലാഹുവിന്റെ വീടാണ്. എന്റെ വീടിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ ഏൽപ്പിക്കുകയാണ്. അൻ തുഹിറാ ബൈതി, എന്റെ വീട് എന്ന് അല്ലാഹു തആലയോട് പ്രത്യേകം പറഞ്ഞു. മറ്റുള്ള ഇടങ്ങളിലൊക്കെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ ഈ ആയത്തിന്റെ തന്നെ തുടക്കത്തിൽ കണ്ടില്ലേ, വഅഹിദ്നാ, നമ്മൾ ഉടമ്പടി ചെയ്തു എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. വജഅൽനൽ ലൈല, രാത്രിയെ നമ്മളാക്കി, ഒക്കെ നമ്മൾ എന്ന രീതിയിലാണ് അല്ലാഹു സംസാരിച്ചത്. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ ഗേഹം, അല്ലാഹുവിന്റെ വീടായ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ അൻ തുഹിറാ ബൈതി, എന്റെ വീട്. അതിലിനി ഒരാളും അധികാരം പറഞ്ഞിട്ട് വരണ്ട, ഒരാളും അതിന്മേൽ ഇനി അധികാരം പറഞ്ഞു വരണ്ട, എന്റെ വീടാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ അള്ളാന്റെതാണ് പള്ളി. അള്ളാന്റെ പള്ളി എന്ന് പറയൽ സ്വാഭാവികമായിട്ട് ഒന്ന് സാധാരണഗതിയിൽ കുറവാണ്, അല്ലെ? പല സംഘടനകളുടെ പേരിലും പല ആളുകളുടെ പേരിലൊക്കെയാണ് പള്ളികൾ അറിയപ്പെടുന്നത്. അത് ഒരു സ്വാഭാവികമായ ഒരു ഉപയോഗം മാത്രമാണ്. ബൈത്തി, എന്റെ പള്ളി, എന്റെ വീട് എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ വിശുദ്ധ കഅബാലയത്തെ പ്രയോഗിച്ചത്. കഅബാലയം മാത്രമല്ല, മറ്റുള്ള പള്ളികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അല്ലാഹു തആല മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറയുന്നത്, അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇ സുജൂദ്. നിങ്ങൾ കഅബാലയത്തിലേക്ക് തവാഫിന് വേണ്ടി വരുന്ന ആളുകൾ, ഇത്തികാഫിന് വേണ്ടി വരുന്ന ആളുകൾ, അവിടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, അവർക്ക് വേണ്ടി അവിടെയെല്ലാം ശുദ്ധിയാക്കി കൊടുക്കണം എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ പറയുന്നത് കാണാം, ഇന്ന ദാലിക മിനൽ ഔസാനി വറഫസി വഖൗലി സ്സൂരി വർരിജ്സ്. എന്താണ് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത്? എന്തിൽ നിന്നാണ് എന്ന് പറയുന്നു.
വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന് ശിർക്കാണ്. ആ ശിർക്കിനെ കഅബാലയത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തേത് മോശമായ സംസാരം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആ കഅബാലയത്തിന്റെ പരിസരങ്ങളിൽ അനാവശ്യ സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത് നജസ് അങ്ങോട്ട് കടത്താൻ പാടില്ല, അവിടെ നജസ് കൊണ്ടുപോകാൻ പാടില്ല. 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ 2 പേരോടും അല്ലാഹു നിർദ്ദേശിച്ചു. ഇവിടെ എല്ലാ പള്ളികളുടെയും കേന്ദ്രമാണ് വിശുദ്ധമായ കഅബാലയം. കഅബാലയത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ഇത് പറയുമ്പോ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ, മഹാനായ ഇമാം ഖുർത്തുബി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കഅബാലയത്തിന് മാത്രമാണോ ഇത് ബാധകമെന്ന്? അല്ല, ദഖല ഫീഹി ബിൽ മഅന ജമീഉ ബുയൂതിഹി തആല ഫയകൂനു ഹുക്മുഹാ ഹുക്മഹു ഫി തത്ഹീരി വന്നളാഫ. വൃത്തിയാക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിലും കഅബാലയത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ പള്ളികളും എന്ന് മഹാനായ ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു. കൂലിയുടെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. സാധാരണ പള്ളികളിൽ നിസ്കരിച്ച കൂലിയല്ലല്ലോ കഅബാലയത്തിന്റെ ചാരെ മത്താഫിൽ ഹറമുകളിൽ പോയി നിസ്കരിച്ചാലുള്ളത്. എന്നാൽ വൃത്തിയാക്കുന്ന വിഷയത്തിലും അതിന്റെ നളാഫത്ത് സൂക്ഷിക്കുന്ന വിഷയങ്ങളിലും എല്ലാ പള്ളികൾക്കും ഇതേ ഹുക്മ തന്നെയാണ് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനാകുന്നത് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും നൽകിയ സന്ദേശം ലോകത്തെമ്പാടുമുള്ള മസ്ജിദുകളിലേക്കുള്ള നിയമമാണ്. ആ നിയമങ്ങൾ എല്ലാ പള്ളികൾക്കും ബാധകമാണ്. ഒന്നാമതായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, ശിർക്കിനെ നിങ്ങൾ അതിലേക്ക് ചേർത്ത് പിടിക്കാൻ പാടില്ല. രണ്ടാമത്തത് മോശമായ സംസാരം, അനാവശ്യമായ ഒന്നും തന്നെ പള്ളിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. പള്ളിയിൽ കയറിയാൽ പിന്നെ മോശമായ സംസാരമരുത്, ഒരാളെയും അനാവശ്യം പറയരുത്. അല്ലാഹുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ടതല്ലാത്ത സംസാരങ്ങളൊന്നും തന്നെ അരുത് എന്നാണ് ഈ സന്ദേശത്തിൽ നിന്ന് ഒന്നാമതായി മനസ്സിലാകുന്നത്. മൂന്നാമത് മഹാന്മാര് പറഞ്ഞു, നജസിനെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അവിടെ മഹാന്മാരുടെ വിശദീകരണത്തിൽ കാണാം, നജസിനെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഗൗരവമേറി കാണണം. കാരണം ചെറിയ മക്കൾ, വകതിരിവില്ലാത്ത മൂത്രമൊഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും അറിയാത്ത മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, കറാഹത്താണ്. നജസ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് അത്തരം ചെറിയ മക്കളെ കൊണ്ടുവരരുത്. ഹനഫി മദ്ഹബിലും അങ്ങനെയാണ് പറയുന്നത്, ശാഫിയിലും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് പള്ളിയുടെ പരിസരങ്ങളിലുള്ള മൂത്രപ്പരകളിൽ മൂത്രമൊഴിക്കും. നിന്ന് മൂത്രമൊഴിക്കാൻ പല പള്ളികളിലും സൗകര്യങ്ങൾ ഇന്ന് ഏറെയുണ്ട്. ആ നിന്ന് മൂത്രമൊഴിക്കുന്നവൻ പിന്നെ നിന്ന് തന്നെ മനോഹരിക്കുമ്പോ ആ വെള്ളം മൂത്രത്തിലേക്ക് വീഴുമ്പോ ആ വെള്ളം നമ്മുടെ വസ്ത്രത്തിലേക്ക് തെറിക്കുന്നു. ആ വെള്ളത്തിന്റെ നനവുമായി പള്ളിയിലേക്ക് വരും. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പള്ളിയിൽ വല്ല നജസ്സായാൽ പായ വർഷത്തിലൊരിക്കലെങ്കിലും കഴുകും. ഇന്നത്തെ കാലത്ത് ഈ കാർപ്പറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അത് കഴുകാനും പറ്റൂല. അപ്പൊ അങ്ങനെ നജസ്സായാൽ അത് കഴുകാനും പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലം പ്രത്യേകിച്ചും സൂക്ഷ്മത പുലർത്തണമെന്നാണ്. മൂത്രം തെറിച്ചു വീണ ഡ്രസ്സ് അതിന് ഇരുന്ന് മൂത്രമൊഴിക്കുക, അതല്ലെങ്കിൽ പാന്റ് ഇട്ട ആളുകൾ ഇരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല ബാത്റൂം, വേറെ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയി വാതിലടച്ചിട്ട് പാന്റ് കഴിച്ച് മൂത്രമൊഴിച്ച് വൃത്തിയാക്കിയിട്ട് വരും. നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സംവിധാനം അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് മൂത്രം തെറിച്ച് പള്ളിയിലേക്ക് മൂത്രം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ പള്ളികളെ നല്ലപോലെ ശുദ്ധിയായി സൂക്ഷിക്കണം.
അതല്ലെങ്കിൽ അപകടമാണ്. രണ്ടാമത്തത്, ഇന്ന് നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്ന്, മോശമായ സംസാരം പള്ളികളിലരുത്. പള്ളികളോടുള്ള പെരുമാറ്റം, ഒരാളോടും നമ്മൾ അസൂയ വെച്ചുകൊണ്ട് പള്ളിയിൽ കയറാൻ പാടില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം. നാളെ നമ്മുടെ സമ്പത്തോ മക്കളോ നമുക്ക് ഉപകാരപ്പെടുന്നില്ല. മറിച്ച് ശുദ്ധമായ സലീമായ ഖൽബുള്ളവനാണ് നാളെ രക്ഷപ്പെടാനാകുന്നത് എന്ന് ഖുർആൻ പറയുമ്പോ, നമ്മൾ ഒരാളോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പള്ളിയിലേക്ക് കയറാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ പള്ളിയോടുള്ള പെരുമാറ്റം വളരെയധികം ബഹുമാനത്തിലും അദബിലുമാകണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിക്കാറുള്ള മഹാനായിരുന്നു മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. തങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു, സ്വഹാബിയായിരുന്നു. ആ മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല ഹുദൈഫത്തു, മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു തആല എന്നിലേക്ക് വഹയി നൽകിയിട്ടുണ്ട്, യാ അഖൽ മുൻദിരീന യാ അഖൽ മുർസലീൻ, താക്കീത് നൽകുന്നവരുടെ സഹോദരനായ പ്രവാചകരെ, അതേ മറ്റുള്ള മുർസലീങ്ങളുടെ സഹോദരനായ പ്രവാചകരെ, അൻദിർ ഖൗമക, അല്ലാഹ് പറയുന്നു തങ്ങളോട്, അങ്ങയുടെ ഖൗമിനോട് അങ്ങ് താക്കീത് നൽകണം നബിയേ. എന്താണ് താക്കീത് എന്നല്ലേ? അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബി സലീമാ, ഹൃദയം ശുദ്ധിയാക്കിയിട്ടേ ഞാൻ പള്ളിയിൽ കയറൂ. എന്റെ ഹൃദയത്തിൽ ഒരാളോടും വിദ്വേഷത്തോടുകൂടെ ഞാൻ പള്ളിയിൽ കയറൂല. തങ്ങളോടല്ല പറയാണ്, അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമാ, ഒരാളോടും വിദ്വേഷം വെച്ചിട്ട് പള്ളിക്കകത്ത് കയറരുത്. നിങ്ങൾ അങ്ങനെ ജമാഅത്തിന് പങ്കെടുത്തിട്ട് കാര്യമല്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ജമാഅത്തിന് ഇങ്ങനെ സ്വഫ് കെട്ടി നിൽക്കുമ്പോ ഒരാള് വൈകിട്ട് വരുന്ന സമയത്ത്, അതേ ഈ സ്വഫിന്റെ അങ്ങേ തലയിലേക്ക് നോക്കിയപ്പോ അവന്റെ അടുത്ത് പോയി നിൽക്കൽ എനിക്ക് മോശമാണ്, ഇങ്ങേ തലയിലേക്ക് നോക്കിയപ്പോ എന്നാ പിന്നെ അവിടെയാകാം എന്ന് പോലും നമ്മുടെ കൽബില് തോന്നിയിട്ടുണ്ടോ? പള്ളിയിലേക്ക് കയറി വന്നിട്ട് ജമാഅത്തിന്റെ വിഷയത്തില് പോലും നല്ല കൽബില്ലാതെ കയറി വരുന്നവരില്ലേ? അവരെ കുറിച്ചിട്ട് അല്ലാഹ് പറയുന്നു തങ്ങളോട്, നബിയെ അങ്ങയുടെ ഖൗമിനോട് അൻദിർ, താക്കീത് നൽകണം നബിയെ, അല്ലാ യദ്ഖുലു ബൈതം മിൻ ബുയൂതി ഇല്ലാ ഖുലൂബിൻ സലീമാ. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് നിർത്തിയിട്ടില്ല. രണ്ടാമത് അല്ലാഹ് പറയുന്നു, വഅൽസിനതിൻ സാദിഖാ, നല്ല സത്യം പറയുന്ന നാവ് കൊണ്ടല്ലാതെ പള്ളിയുടെ ഉമ്മറപ്പടി ഇങ്ങോട്ട് കയറി വരരുതേ. വഅയ്ദിൻ നഖിയ്യാ, നല്ല ശുദ്ധമായ കരങ്ങളോടുകൂടെ അല്ലാതെ പള്ളിക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു വരരുതേ. വഫുറൂജിൻ ത്വാഹിറാ, നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ അള്ളാഹുവിൽ നിന്ന് ഭയപ്പെട്ട് സൂക്ഷിച്ചവരായിട്ടല്ലാതെ പള്ളിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു പോകരുതേ. وَأَلَّا يَدْخُلُوا بَيْتًا مِّن بُيُوتِي مَا دَامَ لِأَحَدٍ عِندَهُم مَّظْلِمَةً فَإِنِّي أَلْعَنُهُ مَا دَامَ قَائِمًا بَيْن يَدَيَّ حَتَّى يَرُدَّ تِلْكَ الظُّلَامَةِ إِلَى أَهْلِهَا.
ആരോടെങ്കിലും വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടല്ലാതെ മറ്റുള്ളവനോട് വിദ്വേഷം വെച്ച് അവനോട് വൈരാഗ്യം വെച്ച് വേറെ ഒരുത്തന്റെ കുറ്റവും കുറവും നോക്കിയിട്ട് പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നവരോട് താക്കീത് നൽകണം നബിയേ. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ രണ്ട് പ്രവാചകന്മാരോടും അല്ലാഹു പറഞ്ഞത് അൻതുഹിറാ ബൈതി, നിങ്ങൾ രണ്ടുപേരും എന്റെ കഅബാലയം അടക്കം അതിനെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞത്. ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ പള്ളികളും ജുമുഅത്ത് പള്ളികളെന്ന് മാത്രമല്ല എല്ലാ ചെറിയ പള്ളികളും വലിയ പള്ളികളും നിങ്ങൾ ഒരുപോലെ ബഹുമാനം കണ്ടിട്ട് അതിന് നിങ്ങൾ നല്ല സൂക്ഷ്മത പുലർത്തണേ. അതല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ താക്കീതാണ്, വാണിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്നവന്റെ മനസ്സ് ഖൽബ് സലീമാകണം. ഇല്ലാമന്നല്ലാഹ ബിഖൽബിൻ സലീം, നമ്മുടെ ഖൽബ് നല്ല ശുദ്ധമായിരിക്കണം. അതേ സ്വഫ് കെട്ടുന്ന സമയത്ത് അവന്റെ അടുത്ത് ഞാൻ നിൽക്കൂല, സ്വഫിന്റെ അങ്ങേ തലക്കിലേക്ക് പോകാണ്. അവിടെ ചെന്നപ്പോ എനിക്ക് പറ്റാത്ത ആളാണ്, അപ്പൊ ഒരു വേറെ ആള് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനത്തെ ഖൽബ് കൊണ്ട് മോനെ എന്തിനാണ് പള്ളിയിൽ വന്നത്? എന്തിനാണ് പള്ളിയിലേക്ക് വരുന്നത്? അല്ലാഹ് പറയാണ് നബിയേ, അങ്ങനെ ഖൽബ് ശുദ്ധമല്ലാത്തവരോട് അങ്ങ് താക്കീത് നൽകണം നബിയേ. കണ്ടോ, നിങ്ങൾ പള്ളിയിലേക്ക് മറ്റുള്ള ചിന്താഗതികളുമായി നിങ്ങൾ കടന്നു വരരുത് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള വിദ്വേഷങ്ങൾ, അസൂയകൾ, ആ മനസ്സുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തകൾ മാറ്റിക്കളയണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരു ചരിത്രം. ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, യത്ലുഉൽ ആന അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരാൾ ഇപ്പൊ വരൂട്ടോ. സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറയാൻ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരാൾ ഇപ്പൊ വരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, ആരാണ് ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആള്. കാത്തിരുന്നപ്പോ അതാ വരുന്നു ഒരു സ്വഹാബി. അൻസ്വാരികളിൽപ്പെട്ട ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ, ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് വുളൂഅൊക്കെ എടുത്ത് അദ്ദേഹം, പാവപ്പെട്ട ഒരു സ്വഹാബി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സ്വഹാബത്ത് എല്ലാവരും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ നോക്കി. സ്വർഗത്തിലേക്ക് പോകുമെന്ന് തങ്ങൾ ഉറപ്പ് പറഞ്ഞ ഒരാൾ ഇങ്ങനെ വരികയാണല്ലോ. നല്ല ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിന്നു. പിറ്റേ ദിവസവും ഇതുപോലെ തങ്ങൾ പറഞ്ഞു, അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരാൾ ഇപ്പൊ വരൂട്ടോ എന്ന്. ഇന്ന് ആരാണ് വരിക എന്ന് അറിയാൻ വേണ്ടി സ്വഹാബത്ത് വീണ്ടും കാത്തിരുന്നു. അതാ ഇന്നലെ വന്ന അതേ സ്വഹാബി വരുന്നു. മൂന്നാമത്തെ ദിവസവും തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ കാണണോ? ഇപ്പോൾ വരും. ഇന്നാരാണ്? ഇന്നലെയും മിനിയാന്നും വന്ന ആള് തന്നെയാണോ? കാത്തിരുന്നപ്പോൾ അതേ മഹാനായ സ്വഹാബി തന്നെ വരുന്നു. സ്വഹാബത്ത് വളരെയധികം സന്തോഷത്തോടെ നോക്കി. പക്ഷേ ആ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി ചിന്തിച്ചു, എന്തേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പവർ ലഭിക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെന്ന് പറയാനുള്ള കാരണമെന്ത്? നമ്മൾ ചെയ്യുന്നതിലപ്പുറം അദ്ദേഹം എന്ത് അമൽ ചെയ്യുന്നു എന്ന് അറിയാൻ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി അദ്ദേഹത്തെ വീക്ഷിക്കാൻ തുടങ്ങി. പകലിലെല്ലാം നമ്മൾ ചെയ്യും പോലെ അമലേ ചെയ്യുന്നുള്ളൂ. രാത്രി ഇനി വീട്ടിലിരുന്നിട്ട് വല്ല ഇബാദത്തുമുണ്ടോ എന്നറിയണമല്ലോ. ഈ സ്വഹാബി അതാ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ സ്വഹാബിയുടെ വീട്ടിലേക്ക് വിരുന്നുകാരനായി ചൊല്ലുന്നു. ഒന്നാമത്തെ ദിവസം അവിടെ രാപ്പാർക്കുന്ന സമയത്ത്
രാത്രിയിൽ വല്ല ഇബാദത്തും ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഒരു അമലുമില്ല. സാധാരണ സ്വഹാബത്തൊക്കെ ചെയ്യുന്നത് പോലെ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്നു, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നു. സാധാരണ സ്വഹാബികൾ ചെയ്യുന്ന അമലല്ലാതെ പ്രത്യേകിച്ച് ഒരു അമലും കണ്ടില്ല. 3 ദിവസം ആ സ്വഹാബിയുടെ വീട്ടിൽ താമസിച്ചു. രഹസ്യമായിട്ട് ഈ വിഷയം പറഞ്ഞില്ല. സ്വഹാബിയുടെ വീട്ടിൽ സൗഹൃദം പറഞ്ഞ് താമസിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ ഈ സ്വഹാബി ചോദിച്ചു, അല്ല, ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? നിങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. നിങ്ങളെ രാത്രി ഞങ്ങൾ ചെയ്യാത്ത എന്ത് അമൽ ചെയ്യുന്നു എന്നറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ മഹാനായ സ്വഹാബി പറയാണ്, മാ ഹുവ ഇല്ലാ മാ റഅയ്ത غير أني لا أجد في نفسي لأحد من المسلمين غشا ولا أحسد أحدا. നിങ്ങൾ ഇവിടെ കണ്ട അമലല്ലാതെ ഞാനൊരു അമലും സ്പെഷ്യൽ ചെയ്തിട്ടില്ല. സ്വഹാബത്ത് ചെയ്യുന്ന അമലല്ലാതെ ഞാനെന്നും വേറെ ചെയ്തിട്ടില്ല. പക്ഷേ ഒന്നെനിക്ക് പറയാനുണ്ട്, غير أني لا أجد في نفسي لأحد من المسلمين غشا ولا أحسد أحدا. മുസ്ലിമീങ്ങൾ എന്ന ഒരാൾക്ക് പോലും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരാളോടും എന്റെ ഖൽബില് പോലും അസൂയ വെച്ചിട്ടില്ല. ഒരാളോടും എനിക്ക് വിദ്വേഷം വന്നു പോയിട്ടില്ല. ഈ ഒരു അമലല്ലാതെ പ്രത്യേകമായി ഞാൻ എന്തെങ്കിലും സ്വഹാബത്തിനേക്കാൾ ചെയ്തു എന്ന് പറയാൻ എനിക്ക് പറ്റൂല. അദ്ദേഹത്തിന്റെ ഖൽബ് സലീമായപ്പോ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അദ്ദേഹത്തിന്റെ ഖൽബ് ശുദ്ധമായപ്പോ സ്വർഗം സർട്ടിഫൈ ചെയ്തു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയുടെ പുറത്തു നിന്ന് വിദ്വേഷങ്ങളുണ്ട്, മാറ്റണമെന്നാണ് തങ്ങൾ പറഞ്ഞത്. പള്ളിയിലേക്ക് വരുമ്പോ അള്ളാഹിനെ ചിന്തിക്കാനാണ് വരുന്നത്, അള്ളാഹുവിനോട് അടുക്കാനാണ് വരുന്നത്. ആ പള്ളിയിൽ വരുമ്പോഴും ഫിത്നയും ഫസാദും പറയാൻ പാടില്ല. ആ പള്ളിയിൽ വന്നാലും തമ്മിലുള്ള വിദ്വേഷങ്ങളെ പ്രകടിപ്പിക്കാൻ പാടില്ല. വിദ്വേഷങ്ങൾ പുറത്തു വെച്ചിട്ട് വേണം പള്ളിയിൽ വരാം. വൈരാഗ്യങ്ങൾ പുറത്തു വെച്ചിട്ട് വേണം പള്ളിയിലേക്ക് കയറാൻ. ഞാൻ അവന്റെ അടുത്ത് സൊഫിൽ നിൽക്കൂല, വേറെ ആള് വരട്ടെ എന്ന ചിന്ത ഒരിക്കലും വന്നു പോകരുത്. ഞാൻ അയാളെ കൂടെ നിസ്കരിക്കൂല എന്ന ചിന്ത ഒരിക്കലും വന്നു പോകരുത്. സലീമായ ഖൽബില്ലാത്തവര് മുഴുവനും പരാജയപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് ഈമാനുള്ള ജനങ്ങളെ, ഇവിടത്തെ ജീവിതം താൽക്കാലികമാണ്, ഇവിടത്തെ ആസ്വാദനങ്ങൾ താൽക്കാലികമാണ്. ഇന്ന് ജീവിച്ചവൻ നാളെ ജീവിക്കുമെന്ന് പറയാനാകില്ല. ഇന്ന് കണ്ടവന് അല്പനേരം കഴിഞ്ഞാൽ പിന്നെ മയ്യിത്ത് എന്ന പേരിലല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പേര് ഇർഫാനി ഉസ്താദ്, ഖതീബ് ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ മയ്യിത്ത് എടുക്കുമെന്ന് ചോദിക്കുന്ന സാഹചര്യം നമുക്ക് വരാനുണ്ട്. എന്റെ പേര് ഇത്ര കാലം പോസ്റ്ററുകളിലും നോട്ടീസുകളിലും വന്ന പേരല്ല. പിന്നെ നിങ്ങൾ പറയുന്നത് മയ്യിത്ത് എടുക്കുമെന്നാണ്. അതേ, നിങ്ങളെ പേരുകൾ, നിങ്ങൾക്ക് വന്ന പോസ്റ്റൽ അഡ്രസ്സുകൾ, മറ്റുള്ള നിങ്ങളെ വിവാഹത്തിന്റെ അഡ്രസ്സിന്റെ ലെറ്ററുകൾ, അതിലൊന്നും വന്ന പേരുകളല്ല, വീടിന്റെ മുമ്പിൽ പതിച്ചു വെച്ച പേരുകളല്ല. പിന്നെ ജനങ്ങൾ ചോദിക്കുന്നത് മയ്യിത്ത് എടുക്കുമെന്നാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരട്ടെ, ഈമാൻ നിറഞ്ഞ ഖൽബാകട്ടെ. അപ്പോഴല്ലേ അല്ലാഹ് പറഞ്ഞ പോലെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
അല്ല പറഞ്ഞതുപോലെ ഖൽബ് ശുദ്ധമാക്കി വെക്കണേ. ആ ഖൽബ് ശുദ്ധമാക്കിയിട്ട് അല്ലാഹുവിലേക്ക് നമ്മൾ അങ്ങ് യാത്ര തിരിക്കുമ്പോ നാട്ടുകാർക്ക് നമ്മെ കുറിച്ച് പരാതി ഉണ്ടാകൂല, ഒരാൾക്കും നമ്മെ കുറിച്ച് പോരായ്മ പറയാനുണ്ടാകൂല. നല്ലത് മാത്രം ജനങ്ങൾ നമ്മെ കുറിച്ച് അങ്ങ് പറയുമ്പോ ഖബറിൽ ദറജ വർദ്ധിക്കുമെന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനങ്ങളെ, നമ്മുടെ ഖൽബാദ്യം നമ്മൾ നന്നാക്കണം, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമം നടത്തണം. ആദ്യം നമ്മൾ നന്നാകണം, നമ്മുടെ കുടുംബം നന്നാകണം, പിന്നെ നാട്ടുകാരെ നന്നാക്കണം, കൂട്ടുകാരെ നന്നാക്കണം. അല്ലാഹു അങ്ങനെയുള്ള നല്ല സലീമായ ഖൽബ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.